നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ്സിൽ നിന്ന് വീണ വിദ്യാർത്ഥിനിയുടെ കാലുകളിലൂടെ ചക്രം കയറിയിറങ്ങി, ഗുരുതര പരിക്കേറ്റു. യുവതിയും 1.5 വയസ്സായ മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടികയിൽ RSS നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. വാർത്തകൾ വിശദമായി. ബസ്സിൽ നിന്നിറങ്ങുന്നതിനിടെ റോഡിൽ വീണ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ കാലിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. പുത്തൻപീടിക AR റോഡിന് പടിഞ്ഞാറ് തണ്ടാശ്ശേരി സതീശന്റെ മകൾ 19 വയസ്സുള്ള ശാലുവിനാണ് അപകടം പറ്റിയത്. ചക്രം കയറിയിറങ്ങിയ കാൽത്തുടയിലെ മാംസം ചതഞ്ഞരഞ്ഞ നിലയിലാണ്. പുത്തൻപീടിക AR റോഡ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് തൃപ്രയാർ അന്തിക്കാട് തൃശൂർ റൂട്ടിലോടുന്ന ഇഷാൻ ബസ്സിലാണ് അപകടമുണ്ടായത്. ബസ് നിർത്തി ശാലു ഇറങ്ങുന്നതിന് മുമ്പേ ബസ് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും പരാതിയുണ്ട്. സർവതോഭദ്രം ആംബുലൻസ് പ്രവർത്തകർ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിച്ചു. യുവതിയെയും 1.5 വയസ്സായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്തൃമാതാവിനെയും ഭർത്തൃ സഹോദരനെയും അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 57 വയസ്സുള്ള അന്തിക്കാട് ചോണാട്ട് അനിത, മകൻ 30 വയസ്സുള്ള അഷിൽ എന്നിവരാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായത്. ഭാര്യയെയും മകളെയും കാണാനില്ലെന്ന ഭർത്താവ് അഖിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 29-നാണ് അന്തിക്കാട് കല്ലിടവഴി ചോണാട്ടിൽ അഖിലിന്റെ ഭാര്യയും മണലൂർ ആനക്കാട് സ്വദേശിയുമായ കുന്നത്തുള്ളി വീട്ടിൽ കൃഷ്ണപ്രിയയെയും മകൾ പൂജിതയെയും കാണാതായത്. അടുത്ത ദിവസം പാലാഴി കനോലി കനാലിൽ തീരത്താണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നാട്ടികയിൽ RSS നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. RSS തൃപ്രയാർ ഖണ്ഡ് ശാരീരിക് പ്രമുഖ് പാടത്തിപ്പറമ്പിൽ ഷെറിൻ തിലകിന്റെ വീടിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ ഗ്ലാസും അക്രമികൾ അടിച്ചു തകർത്തു. വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഷെറിൻ ചില്ല് തകർന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ജനലും കാറിന്റെ ഗ്ലാസും തകർന്നു കിടക്കുന്നത് കണ്ടത്. കാറിന്റെ പിൻ ഗ്ലാസും വീടിന്റെ മുൻഭാഗത്തെ ജനൽ ചില്ലുമാണ് അക്രമികൾ തകർത്തത്. കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസും സൈഡിലെ ഗ്ലാസും കല്ലുവെച്ച് അടിച്ചു തകർക്കാൻ നോക്കിയെങ്കിലും ഉറപ്പുള്ള ഗ്ലാസ് ആയതിനാൽ കഴിഞ്ഞില്ല. വലപ്പാട് പോലീസ്, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഫോറൻസിക് വിഭാഗം എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് EB ഹരീഷ്, ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, KS സുധീർ, PK ബേബി, NS ഉണ്ണിമോൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. നാട്ടികയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് വാസ്തവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലുള്ളൊരു മുതിർന്ന കാര്യകർത്താവിൻ്റെ വീട് ആക്രമിക്കാൻ വേണ്ടി വരെ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ ഈ നാടിന് ആപത്താണ്. ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം, നാട്ടികയിലെ ജനജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഏതോ സാമൂഹ്യ വിരുദ്ധർ ഈ നാട്ടികയിൽ ഇപ്പോൾ സജീവമാണെന്നാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോഹൻലാലിന്റെ ജന്മദിനാഘോഷം നടത്തി. എല്ലാ വർഷത്തെയും പോലെ ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ചും അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചുമായിരുന്നു ആഘോഷം. ഏരിയ കമ്മിറ്റി സെക്രട്ടറി തരുൺ, വൈസ് പ്രസിഡന്റ് മുരളി, ട്രഷറർ വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരിയർ ഗൈഡൻസ് ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം കമല നെഹ്റു സ്കൂളിലെ പ്രധാനാധ്യാപിക രാജി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ കുട്ടികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. പ്രൊഫസർ ഡോക്ടർ KV നജീമുദ്ദീൻ കരിയർ ഗൈഡൻസ് ക്ലാസും എടുത്തു. പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത്, സെക്രട്ടറി സുഷിൽ ചാളിപ്പാട്ട്, ട്രഷറർ സുരേഷ് ബാബു തറയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇനി അതിന്റെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ
ഇതിൽ കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വാടാനപ്പള്ളി പഞ്ചായത്തുകളിൽ അതിനപ്പുറത്തേക്കുമുണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ മഹത്തരമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് SSLC +2 റിസൾട്ട് വന്ന സമയത്ത് മക്കൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളിലൊരു ആശങ്ക ഉണ്ടാകും. നമ്മൾ എന്തിനാണ്, എവിടേക്കാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്തു വയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ കരിയർ ഗൈഡൻസ് ക്ലാസ് ആയാലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ, TSGA, കരാത്തെ അക്കാദമി, കരാത്തെ ദോ ഗോജുകാൻ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി നടത്തിയ വേനലവധി കരാത്തെ ക്യാമ്പ് സമാപിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ അധ്യക്ഷനായി. ഗോജുകാൻ കേരള സെക്രട്ടറി EB സാന്ദ്ര, ഗോജുകാൻ ഇന്ത്യ പ്രസിഡന്റ് മധു വിശ്വനാഥ്, TSGA ട്രഷറർ TR ദില്ലി രത്നം, ഗോജുകാൻ ഇന്ത്യ വൈസ് പ്രസിഡന്റ് VS സുനിൽ, ഗോജുകാൻ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജീവ് എന്നിവർ സംസാരിച്ചു. ഈ ഒരു ക്യാമ്പ് കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലത്. സ്ഥിരമായി പരിശീലനം നടത്തിയെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും പറയണ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. നന്നായി പ്രാക്ടീസ് ചെയ്യുക, നല്ല അച്ചീവ്മെൻറ്റ് നേടുക. ഇനിയിപ്പോൾ മറ്റ് മത്സരങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ മത്സരങ്ങളിലൊക്കെ നല്ല അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുക. നല്ല അക്കാഡമിക്ക് വേണ്ടി TSGA അക്കാഡമിക്ക് വേണ്ടി നല്ല പ്രൈസ് വരിക, ഓൾ ഇന്ത്യ തലത്തിലേക്ക് പ്രൈസ് വരാനുള്ള പരിശീലനം നടത്തുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ എല്ലാവരും നന്നായി നല്ല പരിശീലനം നടത്തി കാണും. നല്ല ഇൻസ്ട്രക്ടേഴ്സാണ് എല്ലാവരും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, PK നന്ദനൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയും ലോകവും ദർശിച്ച ഏറ്റവും നല്ല ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ഇന്ത്യയും ലോകവും കണ്ട വിപ്ലവകരമായ നിയമങ്ങളും വികസന മുന്നേറ്റങ്ങളും നടത്തിയ ഭരണാധികാരിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെന്നല്ല ഒരു പാർട്ടിക്കും നേടാൻ കഴിയാത്ത ചരിത്ര വിജയത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കാഞ്ഞാണി സെന്ററിൽ ആചരിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി KB ജയറാം, ബീന സേവ്യർ, ജിഷ സുരേന്ദ്രൻ, കവിത രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. താന്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്ററിൽ നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം CT ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ആൻഡോ തൊറയൻ, VK പ്രദീപ്, ശിവജി കൈപ്പിള്ളി, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. മണ്ഡലം ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. CV വികാസ്, ജോസ് താടിക്കാരൻ, CR അറുമുഖൻ, സുജിൻ കരിപ്പായി, ഡേവിസ് വാഴപ്പുള്ളി, VK ഷാജി, ജിതേഷ് പൊയ്യാറ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School, the joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. CBSE +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A1 കിട്ടിയ വിദ്യാർത്ഥിയെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. SN വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിയും അർച്ചന സിൽക്സിന്റെ ഉടമയായ KS ഷിനോയ് ദീപ്തി ദമ്പതികളുടെ മകളുമായ അൻവിതയെയാണ് ആദരിച്ചത്.
ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷനായി. സുമേഷ് പാനാട്ടിൽ, ആഷിഖ് ജോസ്, സുജിൽ കരിപ്പായി, AS സന്ദീപ്, സുൽഫി അടമുട്ടം എന്നിവർ പങ്കെടുത്തു. വിദ്യാഭവനിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി 96% മാർക്കുകൾ നേടിക്കൊണ്ട് വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ. നാളുകളിൽ സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, ഇത്രയും ദിവസമൊക്കെ ഈ ഒരു കാലയളവ് അൻവിത അറിയപ്പെട്ടത് ഷിനോയ് സാറിൻ്റെ മകൾ എന്ന നിലയ്ക്കാണെങ്കിൽ നാളുകളിൽ ഷിനോയ് സാർ അറിയപ്പെടാൻ പോകുന്നത് അൻവിതയുടെ അച്ഛനായി. ഷിനോയ് സാർ അൻവിതയുടെ അച്ഛനാണ് എന്ന് പറയുന്ന വലിയ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് അൻവിത എൻ്റെ മകൾ CBSE SM വിദ്യാഭവന സ്കൂളിൽ നിന്ന് 3ാം സ്ഥാനം കരസ്ഥമാക്കി 96% മാർക്കോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളതിൽ വളരെ സന്തോഷം. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPM നാട്ടിക 4ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് സെക്രട്ടറി KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ രജനി ബാബു, KK സന്തോഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, PKS നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി MB ഉണ്ണികൃഷ്ണൻ, AM ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ മികച്ച കർഷകനായ PV രാധാകൃഷ്ണൻ തന്റെ കൃഷിയിടത്തിലുണ്ടായ പടവലം MLAക്ക് ഉപഹാരമായി നൽകി. ഫീസ് കൊടുത്തിട്ട് പഠിച്ചിരുന്ന എൻ്റെ കുട്ടികൾ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാതെ കുട്ടികൾക്ക് 1 മുതൽ 10 വരെയുള്ള കാലഘട്ടത്തിൽ പഠിക്കാൻ 10 രൂപ പോലും ഫീസ് വാങ്ങിക്കാതെ പഠിപ്പിക്കണം എന്നാണ് അന്നത്തെ സർക്കാർ. ഇന്നത്തെ സർക്കാർ നമ്മുടെ EMS നമ്മൾ ഒരുപാട് ഭരിക്കുന്ന സർക്കാർ തീരുമാനിച്ചത്. അതുപോലെ മാറ്റമാണ്. വലിയ അഭിപ്രായ മാറ്റമല്ലേ വിദ്യാഭ്യാസം സൗജന്യമാക്കുക. പിന്നൊരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത് അന്ന് ആലോചിച്ചു, വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുടെ സ്ഥിതി എന്താ? പ്രൈവറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ശമ്പളം കൊടുത്തിരുന്നത് വലിയ ആൾക്കാരാണ്. എൻ്റെ പാവപ്പെട്ട കുട്ടികളെ പഠിക്കാൻ നമുക്കറിയാം, ലക്ഷക്കണക്കിന് കുട്ടികളെ ഇപ്പോൾ പഠിക്കുന്നത് പഠിപ്പിക്കാൻ. തളിക്കുളം പഞ്ചായത്തിലെ 5ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചിത്വ പരിപാടി നടത്തി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ JPHN രമ്യ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിനയപ്രസാദ് അധ്യക്ഷയായി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, വനിതാവേദി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ നടത്തിയ അവധിക്കാല വോളിബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് TSGA ചെയർമാൻ TN പ്രതാപൻ MP സർട്ടിഫിക്കറ്റുകളും ജേഴ്സിയും വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ PK സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, TU സുഭാഷ് ചന്ദ്രൻ, CM നൌഷാദ്, TR ദില്ലി രത്നം, MC സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. സൗജന്യമായി നടത്തിയ ക്യാമ്പിൽ 57 ആൺകുട്ടികളും 24 പെൺകുട്ടികളും പങ്കെടുത്തു. PC രവി മുഖ്യ പരിശീലകനായി. ഇവിടെ വന്ന് ഇതുപോലെ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്ത പലരും ഇന്ന് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങളിൽ വോളിബോളിൻ്റെ പേരിൽ ജോലി കിട്ടി അവിടുത്തെ ടീമുകളുടെ അംഗങ്ങളായി പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡ്, കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ് അങ്ങനെ തുടങ്ങി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വോളിബോൾ താരം എന്ന നിലയിൽ ജോലി കിട്ടി ഭയങ്കര സൗകര്യമുള്ളവരും ജീവിക്കാൻ മാർഗമുള്ളവരുമായി മാറി. നിങ്ങളെപ്പോലെ 14-15 വയസ്സിന് താഴെ ഇവിടെ വന്ന് ആദ്യം പോലും പന്ത് തട്ടിക്കളിക്കാൻ അറിയാത്ത കുട്ടികൾ ഇവിടെ വന്ന് പന്ത് എന്താണെന്ന് കണ്ട് ആ പന്ത് തട്ടിക്കളിച്ച് പഠിച്ച് അതിനുശേഷമാണ് അവർ സ്കൂളിലും കോളേജിലും നല്ല +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിച്ച് ഒപ്പം വോളിബോളും കൂടി കളിച്ചിട്ടാണ് അവർക്ക് ജോലി കിട്ടിയത്. അർദ്ധചന്ദ്രികയ്ക്ക് താഴെ എന്ന ഷോർട്ട് ഫിലിമിന്റെ വിജയാഘോഷവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ സംഗമം സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. പറയാനുള്ള കാര്യം വളരെ സത്യസന്ധമായി, വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ഗൗരവത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആർജവത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മാധ്യമം കൂടിയാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. നമുക്കറിയാം, ചെറിയ ഷോർട്ട് ഫിലിം എത്രയോ കുഞ്ഞ് 3 മിനിറ്റൊക്കെ മതി. ഇപ്പം മീൽസ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഷോർട്ട് ഫിലിമുകൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ കണ്ണും മനസ്സൊക്കെ നിറയിക്കുന്നതാണ്. അപ്പോൾ ഒരൊറ്റ ഷോർട്ട് ഫിലിം മതി, എന്താ പറയുക, നമ്മുടെ ഒരാളുടെ ഭാവി തന്നെ മാറ്റും. ഒരു വലിയ
സംവിധായകനെ കണ്ടെത്താനായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം മതി. തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച അനന്തശയനൻ അധ്യക്ഷത വഹിച്ചു. അഭിനേതാക്കൾക്കും ടെക്നീഷ്യന്മാർക്കും മൊമന്റോ വിതരണം ചെയ്തു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ 3 ലക്ഷം പ്രേക്ഷകർ ഹ്രസ്വചിത്രത്തെ സ്വീകരിച്ചിരുന്നു. സംവിധായകൻ ബാബു രാധാകൃഷ്ണൻ, ക്യാമറാമാൻ സുമേഷ് മുല്ലശ്ശേരി, അഭിനേതാക്കളായ സ്നേഹ ലിജി, അഡ്വക്കേറ്റ് റോഷ്നി, നന്ദൻ കാഞ്ഞാണി, ജനാർദ്ദനൻ മണ്ണുമ്മൽ എന്നിവർ സംസാരിച്ചു. വലപ്പാട് കൂരിത്തറ തിരുവഴഞ്ചേരി റെസിഡൻസ് അസോസിയേഷൻ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് രായമരക്കാർ വീട്ടിൽ അധ്യക്ഷനായി. മോട്ടിവേഷണൽ സ്പീക്കറും അസോസിയേഷൻ അംഗവുമായ ലെവൻ മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് നടത്തി. ജനപ്രതിനിധികളായ MA ഷിഹാബ്, രശ്മി ഷിജോ, അസോസിയേഷൻ സെക്രട്ടറി ഷൈൻ മൂത്താമ്പറമ്പിൽ, ഷാനിമ ഷൈൻ, ജൻസൺ വലപ്പാട്, റഷീദ് വീരാസൻ, സമിത അനിൽകുമാർ, EN ഷാജി, സതീശൻ മൂത്താമ്പറമ്പിൽ, രാമനാഥൻ മൂത്താമ്പറമ്പിൽ, സുവിത് കുന്തറ എന്നിവർ സംസാരിച്ചു. SSLC, +2, CBSE സ്റ്റേറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്ന ചടങ്ങ് നമ്മൾ അനുമോദിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ കഴിഞ്ഞ KTRAയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പല പ്രവൃത്തികളും നമ്മുടെ ഈ ഒരു അസോസിയേഷൻ മേഖലയിൽ നടന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഏത് പ്രദേശത്തെ വാർഡ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന റെസിഡൻസ് മേഖലകളാണ്, വീടുകളാണ് ഇതിൽ ഉൾപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് കൂടി ഏറെ സഹായകരമാകുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. പെരിങ്ങോട്ടുകര വടക്കുമുറി തെക്കേഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര കാഞ്ഞിരച്ചുവട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, കലശപൂജകൾ, കലശാഭിഷേകം, തുടർന്ന് ഉച്ചപൂജ, പ്രസാദ വിതരണം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് പുന്നപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ശ്രീകുമാർ ശാന്തി നേതൃത്വം നൽകി. ശേഷം വടക്കുമുറി പടിഞ്ഞാറ് ഭാഗം ശ്രീ ധർമ്മശാസ്ത്ര മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി, നൃതി കലാഗ്രാമം, താന്യം അവതരിപ്പിച്ച ചിന്തുപാട്ട്, താന്യം ബാലമുരുക സംഘത്തിന്റെ ചിന്തുപാട്ട് എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ സുമേഷ് വെള്ളോപ്പുള്ളി, ഹരിദാസ് പുക്കാട്ട്, മണികണ്ഠൻ കൊട്ടാരത്തിൽ, രാമദാസ് പുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ മാരകരോഗങ്ങളാൽ വലയുന്ന 30ഓളം പേർക്ക് മണപ്പുറം ഫൗണ്ടേഷൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ്, CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര ട്രസ്റ്റിന്റെ മരണാനന്തര സഹായ ഫണ്ടിൽ നിന്ന് കാഞ്ഞാണി യൂണിറ്റിന്റെ മുൻ സെക്രട്ടറിയായിരുന്ന PK മോഹന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകി. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ചടങ്ങിൽ LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ 5 ലക്ഷത്തിന്റെ ചെക്ക് സാവിത്രി മോഹനന് കൈമാറി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി മിത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു ആന്റണി അധ്യക്ഷനായി. മിൽട്ടൺ J. തലക്കോട്ടൂർ, KL ജോസ്, ലതീഷ് നാരായണൻ, ജോസ് തെക്കേത്തല,
തോംസൺ ഫ്രാൻസിസ്, VN സുർജിത്ത്, KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. കരുത്താർജിച്ചു വരുന്ന ചെറുകിട കച്ചവടക്കാരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മാതൃകാപരമായ ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്ന വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റിയെ ഈ നാടിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. മരണം എപ്പോഴാണ് കടന്നു വരിക എന്നുള്ളത് ആർക്കും അറിയില്ല. പറയാറുണ്ട്, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. അതേത് സാഹചര്യത്തിലും ഏത് മനുഷ്യനെയും പിടികൂടാവുന്ന ഒന്നാണ്. അങ്ങനെ മരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിന് അത് വലിയൊരു തിരിച്ചടിയാണ്. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സംഘം മെമ്പർമാരുടെ മക്കൾക്കും സഹോദരന്മാർക്കും അപേക്ഷിക്കാം. SSLC, ഹയർ സെക്കൻഡറി, VHSC എന്നീ പരീക്ഷകളിൽ മുഴുവൻ A+, 2-3 സ്ഥാനം ലഭിച്ചവർക്കുമാണ് അവാർഡ് നൽകുന്നത്. അറ്റസ്റ്റ് ചെയ്ത മാർക്ക് ലിസ്റ്റും ഫോട്ടോയും അടക്കമുള്ള അപേക്ഷകൾ ജൂൺ 5 വൈകിട്ട് 5 മുമ്പായി അന്തിക്കാടുള്ള സംഘം ഹെഡ് ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ്സിൽ നിന്ന് വീണ വിദ്യാർത്ഥിനിയുടെ കാലുകളിലൂടെ ചക്രം കയറിയിറങ്ങി, ഗുരുതര പരിക്കേറ്റു. യുവതിയും 1.5 വയസ്സായ മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടികയിൽ RSS നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.